നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു, എനിക്ക് ആദ്യമേ നല്ല രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി ഒന്ന് റെഡി ആയിട്ട് വന്ന സമയത്ത് വീണ്ടും പിമ്പിളും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ പിമ്പിൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇങ്ങായിട്ട് ആക്നെ മാർക്സ് കുറേ ഉണ്ട് കേട്ടോ. അത് പോവാൻ അതിൻ്റെതായ ടൈം എടുക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു പിമ്പിൾ വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമുക്ക് പിമ്പിൾ ഉള്ള ടൈമിൽ, ആക്നീസ് ഒക്കെ ഉള്ള ടൈമിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആക്നെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് 1-2 ഒരു 5-6 ആക്നെയൊക്കെ അവിടെ ഇവിടെ വന്ന് പോയിട്ടിരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് തന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ എല്ലാം തന്നെ ഉണ്ടാവും. ഇതിൽ നമ്മുടെ ടോണർ ഉണ്ട്, പിന്നെ സൺസ്ക്രീൻ ഉണ്ട്, സെറം ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ടോണേഴ്സും സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസറും ഉണ്ട് കേട്ടോ. റിസൾട്ട് കിട്ടിയത് കുറച്ചാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി ആക്നെ പിമ്പിൾ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് അടിപൊളി പ്രോഡക്ട്സുകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ. കുറച്ചൊന്ന് വീഡിയോയ്ക്കൊന്ന് ലെങ്ത് കൂടുതലായിരിക്കും, കുറച്ചധികം തന്നെ പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതെന്ന് വെച്ച് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ടോണറിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പിമ്പിളൊക്കെ ഉള്ള ടൈമിൽ, നമുക്ക് ആക്നീസ് ഉള്ള ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോണറാണ് ഈ ജാമൂൺ ക്ലാരിഫയിങ് ആക്റ്റീവ് ആക്നെ ടോണറാണ് കേട്ടോ. ഫ്രൂട്ടി ടോണറാണിത്. ഇത് 2% സാലിസിലിക് ആസിഡും പിന്നെ നിയാസിനമൈഡും ചേർന്നിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നിറയെ ആക്നീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോണർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ തന്നെ ഇത് പ്ലിക്സിൻ്റെ ആണ്. പ്ലിക്സിൻ്റെ തന്നെ മോയ്സ്ചറൈസർ എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. എനിക്ക് നിറയെ പിമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടോണറും സെറവും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആക്നീസ് ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലിക്സിൻ്റെ ടോണർ, ആക്നെ ജാമൂൺ ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇനി അടുത്തൊരു ടോണർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 425 MRP. എന്നാലും ഒരു 350-400 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി അടുത്തത് കുറച്ചൊന്ന് റേറ്റ് കൂടുതലാണ്, പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ് കേട്ടോ. അതെന്ന് പറയുന്നത് പിക്സിയുടെ ഗ്ലോ ടോണിക് ആണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നല്ലതാണ്. ഇതൊരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു ടോണർ ആണെങ്കിലും കേട്ടോ. ഇത് പ്ലിക്സിൻ്റെ ടോണറാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ലതാണ്. ഈ ഒരു ടോണറും എനിക്ക് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പിമ്പിൾ ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നാണെങ്കിൽ. ഇനി അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ള 2 സെറം ആണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. ഒരു 2-3 സെറം ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. ആദ്യത്തേത് നമ്മുടെ പ്ലിക്സിൻ്റെ തന്നെ ഈ ഒരു ജാമൂൺ ആക്റ്റീവ് ആക്നെ സെറാണ്. ഇത് 2% സാലിസിലിക് ആസിഡ് സിങ്ക് കഫൈൻ്റെ സെറാണ് കേട്ടോ. ഇതാണ് ഇതിലെ കണ്ടൻറ്റ്. ഇത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ പിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കാവും. എനിക്കിത് വർക്കായിട്ടുണ്ട്. നിറയെ പിമ്പിൾസ് അല്ല, ചെറിയ രീതിയിൽ പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതൊരു സംഭവം എന്ന് പറയുന്നത് കഫൈൻ്റെ ആണ് കേട്ടോ. കഫൈൻ്റെ 2% സാലിസിലിക് ആസിഡ് സെറമാണ് വിത്ത് കോഫി എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഉള്ളത്. ഈ സാലിസിലിക് ആസിഡ് ഒരു 2% ഒക്കെ നമുക്ക് ഈ തരി പോലെയുള്ള പിമ്പിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതും നല്ലൊരു സെറാണ്. പിന്നെ പിമ്പിൾ ഉള്ള ടൈമിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ പിമ്പിൾ ക്ലിയർ ചെയ്യാനുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ടൈമിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണ് എന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോളോണിക് ആസിഡ് സെറാണ് കേട്ടോ. ഇത് ഡെർമാടച്ചിൻ്റെ ആണ്, 2% വരുന്നതാണ്. ഇതും പിമ്പിൾസിനല്ല, പിമ്പിൾ വന്ന സ്കിന്നിന് നല്ല രീതിയിൽ, ഇപ്പോൾ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ ഈ ഹൈഡ്രോളോണിക് ആസിഡ് സെറം നല്ലതാണ്. ഡെർമാടച്ചിൻ്റെ ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സെറം കൂടാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം നമ്മുടെ മോയ്സ്ചറൈസേഴ്സിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾ ഉള്ള ടൈമിൽ യൂസ് ചെയ്തൊരു മോയ്സ്ചറൈസറാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ഗ്രീൻ കളർ കേട്ടോ. സീക്ക കാമിങ് നിയാസിൻ-1 മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് നമുക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ജെൽ ബേസ്ഡ് ആയിട്ട് വരുന്നതാണ്. സ്കിന്നിൽ ഒരു ടൈപ്പ് ഓഫ് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും.
അതേപോലെ വേറൊരു സംഭവമാണ് ഈ എം കഫേൻ്റെ സിറാമൈഡ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് ഓട്സ് എക്സ്ട്രാക്റ്റ് വരുന്നതാണ്. ഇതും അടിപൊളിയായിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നിങ്ങൾ പിമ്പിളൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ഉണ്ട് കേട്ടോ. അതും അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് രണ്ടുമാണ് യൂസ് ചെയ്തതുള്ളത് കേട്ടോ. അത് ഞാൻ ഇത് രണ്ടും കാണിക്കുന്നത്. ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത്. അപ്പോൾ ഇതും നല്ല 2 മോയ്സ്ചറൈസേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ഈ പിമ്പിളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ 2 മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇനി അടുത്തതായിട്ട് മിക്കവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഏത് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ് ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നായിട്ടുള്ള ഒരാൾക്ക് നല്ലതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ ഒരു 4 സൺസ്ക്രീൻസ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ ആണ്. ഇത് നിങ്ങൾ ഒരു ആക്നെ പ്രോൺ സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ ഇത് ഒട്ടും നിങ്ങളെ സ്കിൻ ഓയിലി ആക്കില്ല, നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ തരും. മാത്രമല്ല ഭയങ്കരമായിട്ട് അങ്ങനെ സ്വെറ്റ് പ്രൂഫ് ആണ് കേട്ടോ. നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. ഒരു ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവേ. ഇനി അടുത്തത് എം കഫൈൻ്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന സൺസ്ക്രീൻ ആണ്. ഇത് ഞാനൊരു ആക്നെ കിറ്റായിട്ടാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിൽ വന്നതാണ് ഈ ഒരു സൺസ്ക്രീനും. ഇതും നല്ലതാണ്. പക്ഷേ ഇത് നല്ലതാണെങ്കിൽ പോലും എനിക്ക് ലൈറ്റായിട്ട് ഇത് ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് ഇടുമ്പോൾ. അപ്പോൾ ഇത് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് വിയർക്കുന്ന പോലൊരു ഫീൽ ഉണ്ട് കേട്ടോ ചില ടൈമിൽ ഇതിടുമ്പോൾ. എം കഫേൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇനി അടുത്തത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള 2 സൺസ്ക്രീനാണ്. ഒന്ന് അറാറ്റേൻ്റെ ജെൽ സൺസ്ക്രീനാണ്. ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടോയെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആയി പോകും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ അറാറ്റേൻ്റെ സൺസ്ക്രീൻ. ഇതേ സെയിം എഫക്റ്റ് തരുന്നൊരെണ്ണമാണ് ഈ ഷാഡോ എന്ന് പറയുന്ന സൺസ്ക്രീനും. ഇത് ഫിക്സ്ഡെർമയുടെ ആണ് കേട്ടോ. ഈ ഷാഡോ എന്ന് പറയുന്ന സൺസ്ക്രീൻ നമുക്കൊരു ഡെയിലി യൂസിന് പറ്റിയ ഒരു സൺസ്ക്രീനാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഒട്ടും ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല, വൈറ്റ് കാസ്റ്റിംഗേ ഇതിനൊന്നും ഇല്ല കേട്ടോ. പിന്നെ മാത്രമല്ല നല്ല രീതിയിൽ ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എന്താ പറയുക ഗ്ലൈഡ് ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. തേച്ച അപ്പം തന്നെ ഇത് അബ്സോർബായി പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ 4 സൺസ്ക്രീനും നിങ്ങൾ ആക്നെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആക്നെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സൺസ്ക്രീൻസ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 1-2 ജെല്ലുകൾ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഒരു 3-4 ആക്നീസ് ഒക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള ജെല്ലുകളാണ് കേട്ടോ പറയുന്നത്. ഈ ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ജെല്ലാണ് കേട്ടോ. ക്ലിമിസ്കിൻ എന്ന് പറയും. ഇത് ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ജെൽ ആൻഡ് നിക്കോട്ടിനമൈഡ് ജെല്ല് ചേർന്നതാണ് ഈ ക്ലിമിസ്കിൻ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പിമ്പിൾസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പ്രോഡക്റ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്തത് ഏതാണെന്ന് നോക്കാവേ. അടുത്തത് ഇപ്പോൾ നിങ്ങൾക്കുള്ള പിമ്പിൾസ് എന്ന് പറയുന്നത് നല്ല ഇരിക്കുന്ന ടൈപ്പ് ഓഫ് പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ലാണ്. ഇതൊരു 2.5% ആണ് കേട്ടോ. ഇതും നിങ്ങൾക്ക് ഈ പിമ്പിളായിട്ട് ഈ ചെറിയ പഴുപ്പ് പഫൊക്കെ നിറഞ്ഞിരിക്കുന്ന പിമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെൻസോയിൽ പെറോക്സൈഡ് ജെല്ല് കേട്ടോ. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഞാൻ പല ഇതിലും കാണിച്ചിട്ടുള്ളതാണ് എൻ്റെ മറ്റേ ഡിറൈവ CMS ജെൽ. ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സംഭവങ്ങളാണ് എനിക്ക് പിമ്പിൾസ് ഇപ്പോൾ 1-2 ഒക്കെ വരികയാണെങ്കിൽ ഞാനൊരു സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു 3 ക്രീമുകളാണ്. ഈ 3 ക്രീമുകളുടെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ട്രെറ്റിനോയിഡ് ക്രീം നമ്മൾ നൈറ്റ് ടൈമിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതങ്ങനെ ചാടിപ്പോയി വാങ്ങി യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയുണ്ട്. ആർക്കെങ്കിലും അത് അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് വീഡിയോയിൽ ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ മാത്രമാണ് നമ്മൾ ട്രെറ്റിനോയിഡ് യൂസ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും നമുക്കുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് ട്രെറ്റിൻ. ഓക്കെ, അപ്പോൾ ഈ 4 സംഭവങ്ങളാണ് നമുക്ക് പിമ്പിളിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കേറ്റഡ് ക്രീംസ് ആയിട്ടുള്ളത് കേട്ടോ.
പിന്നെ എനിക്ക് ചെറിയ രീതിയിൽ പിമ്പിളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അതായത് പീരീഡ്സ് ടൈമിലൊക്കെ നിറയെ പിമ്പിളൊക്കെ വരുമല്ലോ, നിറയെ അല്ല, അവിടെ ഇവിടെ ആയിട്ട് 1-2 പിമ്പിൾ വരും. നമ്മുടെ നെറ്റിയിൽ തെരി പോലത്തുള്ള പിമ്പിൾസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാസ്ക് ആണ് കേട്ടോ, ഒരു ഫേസ് മാസ്ക് ആണ് പറയുന്നത്. ഇത് ഡെർമാക്കോൻ്റെ 2% സാലിസിലിക് ആസിഡ് ക്ലേ ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതിൽ അടങ്ങിയിരിക്കുന്നത് സാലിസിലിക് ആസിഡ് ഉണ്ട്, കയോളിൻ ക്ലേ ഉണ്ട്, ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ഡെർമാക്കോ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്, ഡെർമാക്കോൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിമ്പിൾ ആയിട്ട് അവിടെ ഇവിടെയും തരി പോലത്തുള്ള പിമ്പിളുകൾ, ചെറിയ 1-2 പിമ്പിളുകളൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. നിറയെ പിമ്പിൾസ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്, അത് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മാസ്ക് ആണ് ഇതും. നമുക്കൊരു ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തരി പോലത്തെ പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 2-3 ദിവസമൊക്കെ ആകുമ്പോൾ അതിങ്ങനെ പൊഴിഞ്ഞു പോകുന്ന പോലൊരു ഫീൽ വരും. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് പഫൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പിമ്പിൾസ് ആണെങ്കിൽ ഒരു 2-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്ന പോലൊരു ഫീൽ നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷുകളൊക്കെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ മുമ്പേ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ആക്നെക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നോർമലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഇപ്പം എൻ്റെ ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ആക്നെ മാർക്സുകൾ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് എനിക്ക് എൻ്റെ ഈ ഒരു സ്കിന്നിൽ പിമ്പിൾ റിലേറ്റഡ് ആയിട്ട്, എനിക്ക് എപ്പോഴും പിമ്പിൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് തന്നിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു റിസൾട്ട് തന്നിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നതും ഞാൻ പിന്നീടും വാങ്ങുന്ന ടൈപ്പുള്ള പ്രോഡക്ട്സുമാണ് കേട്ടോ ഇത്. അതായത് ഇതിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വാങ്ങും, എനിക്ക് എന്ന് ഉറപ്പുള്ള പ്രോഡക്ട്സുകളാണ് ഈ കാണിച്ചിരിക്കുന്ന മൊത്തം. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആക്നെ റിലേറ്റഡ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. കാരണം എന്നോട് കുറേ പേര് ഇൻബോക്സിലും കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്, നല്ലൊരു മോയ്സ്ചറൈസ്ഡ് ആക്നെ പ്രോൺ സ്കിന്നിന് പറയുമോ, നല്ലൊരു സൺസ്ക്രീൻ പറഞ്ഞു തരുമോ ചേച്ചി ഏതാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിൽ 1-2 പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് വരുന്നത്, എങ്കിലും അത് വേർത്താണ് വാങ്ങിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ളത് മാത്രമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോസൊക്കെ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് പിമ്പിളായിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, ഇതിലൊന്നും പോലും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇതൊന്നും പെയ്ഡ് അല്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.